അടുത്തതായി നമ്മുടെ ആ ഗിഫ്റ്റഡ് കുട്ടിയുടെ ഗിഫ്റ്റഡ് പാരന്റ് അന്നമോളുടെ ഉപ്പ സലീം കൊടത്തൂര്, വളരെ നല്ല പാട്ടുകാരൻ. ഭാര്യയെപ്പറ്റി പാടിയ ഒരു പാട്ട് കൊണ്ട് തന്നെ കേരളക്കര മൊത്തം അറിയപ്പെട്ട ആ ഒരു കലാകാരൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഭാര്യയെപ്പറ്റി പാടിയ ആ പാട്ട് ഇതാണ്. ചിലപ്പോൾ ഇതോടെ പാട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അന്നമോളുടെ പാട്ട് എനിക്കറിയാം, പാറി നടക്കും പറവുകളിൽ എന്നുള്ള ആ പാട്ട് നമ്മൾ ഒരുപാട് ഇവിടെ പ്ലേ ചെയ്യിച്ചാൽ ഇന്നലെ മുതലേ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കൊക്കെ ഹൃദയസ്ഥമായിട്ടുള്ള പാട്ട്. അതുപോലെ തന്നെ ആ മറ്റൊരു പാട്ട് കൊണ്ട് തന്നെ കേരളക്കരയിൽ ആകെ പ്രകമ്പനം ഉണ്ടാക്കിയ ആ ഒരു കലാകാരൻ സലീം കൊടത്തൂർ. സലീം കൊടത്തൂർ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് പറഞ്ഞുകൊണ്ട് സലീം കൊടത്തൂർ എന്ന ഏവർക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അതിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളുടെ പ്രതിനിധിയാണ്, നമ്മുടെ PTA പ്രസിഡന്റ് ജോമാർ സാറിനെ വൈരങ്കോട് സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്കാണ് പ്രോഗ്രാം. അപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കി കൊടുക്കണം. കുട്ടികൾക്ക് 1-2 മൊമെൻ്റോ കൊടുക്കണം, പ്രൈസ് അവാർഡ് കൊടുക്കാറുണ്ട്. അതാണ് അടുത്ത ജോമാർ സാറിനുള്ളത്. അത് കൊടുത്തതിന് നമുക്ക് ജോമാർ സാർ പറഞ്ഞയക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കി പ്രോഗ്രാം നമ്മുടെ കൂടെ ഉണ്ട്. സലീംക്ക് അവരുടെ എന്നോട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പോവാം. വിജയകുമാർ സാറിനെ ഈ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണത്തിന് വേണ്ടിയിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അവാർഡുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കുട്ടികൾ റെഡിയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓവർ ടു പ്രജന്റ്. S2 class, please come to the mic point. Zaba Salim. Muhammad Muflih P2, please come to the mic point. Muhammad Muflih P2 class. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഈ പ്രോഗ്രാമിലെത്തി നമ്മളൊക്കെ നമസ്കാരം. എല്ലാവരും സുഖമായി വിശ്വസിക്കുന്നു, സുഖമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്നു. 20ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ആലിയ സ്കൂളിൻ്റെ ആനുവൽ പ്രോഗ്രാമിന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ട ഹന്നമോളെയും ക്ഷണിച്ചതിനുള്ള നന്ദി ഈ അവസരത്തിൽ മാനേജ്മെൻറ്റ് മജീദിലേക്ക് അറിയിക്കുകയാണ്. ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് നാളെ ക്ഷണിച്ച പ്രിയ സുഹൃത്ത് ഷെഫീർക്കും നന്ദി അറിയിക്കുന്നു. ഒരു വളരെ മനോഹരമായ സദസ്സ്, നിറഞ്ഞു നിൽക്കുന്ന സദസ്സ്. പക്ഷേ ആ സദസ്സിൻ്റെ അത്ര ഉയരത്തിൽ ഒരു കയ്യടി ഇല്ല. ഒരു കയ്യടി ആദ്യം പറഞ്ഞാണ്, ഒന്നോടും പറഞ്ഞ എന്നിട്ടാണ് വെറുതല്ല, നമ്മോടും പറയട്ടെ കയ്യടി. കുറച്ചുകൂടി വിവരവ് തരണം. അധികം സമയം സംസാരത്തിലൂടെ ഒന്നും നിൽക്കുന്നില്ല. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ മക്കളുടെ കലാപരിപാടിയാണെന്നറിയാം. ഞാനൊക്കെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 10-15 വർഷക്കാലമായിട്ട് ഞാൻ കലാരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ 15 വർഷക്കാലയളവിൽ ഒരിക്കലും ഒരു കേൾവിക്കാരനായിട്ട് എനിക്ക് അങ്ങനെ പോകേണ്ടി വന്നില്ല. ഇതേമാതിരി സദസ്സിൽ
വലിയ സാന്നിധ്യമായിട്ടൊക്കെയാണ് ഇരിക്കാൻ കഴിയാറ്. പക്ഷെ 2 ദിവസം മുമ്പ് എൻ്റെ മകനിപ്പോൾ വളയംകുളം അസബാൽ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഒരു പേരൻസ് മീറ്റിങ്ങിന് പോയ സമയത്ത് 2 മണിക്കൂറോളം ഞാൻ പുറത്തിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ക്ഷമയുണ്ടാവും എന്നൊക്കെ. അപ്പോഴാണ് അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചു ഇനി എന്തായാലും ഒരു വേദിയിൽ ഞാൻ വല്ലാതെ പ്രസംഗിക്കില്ല. ആ പുറത്തിരുന്ന് കേൾക്കുന്ന നമ്മൾ സ്റ്റേജിൽ നിന്ന് പറയുന്ന സുഖം എന്തായാലും പുറത്ത് നിന്ന് കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടത് 2 ദിവസം മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങളുടെ പാട്ട് വല്ലാതെ പാടി നിങ്ങളെ ബോറടിക്കുന്നില്ല. ഇവിടെ മെയിൻ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദിവസമാണ്, നിങ്ങളുടെ കുട്ടികളുടെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുത്തെ വിശിഷ്ട അതിഥികളൊക്കെ തന്നെ നിങ്ങൾ തന്നെയാണ്. മറ്റൊന്ന്, ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഞാൻ എല്ലാ സത്യത്തിൽ ഞാൻ അമ്മമാരുടെ ഉപ്പയായിട്ടാണ് ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അന്നമോളെയാണ്. അപ്പോൾ അതും വലിയ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇപ്പോൾ ഒരു 10-40 വയസ്സൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടി ഈ ഒരു 40 വയസ്സിന് കഴിഞ്ഞതിൻ്റെ അപ്പുറം ഒരു 400 വർഷത്തേക്കുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ്. പക്ഷേ പടച്ചറപ്പ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇരട്ടിയായിട്ട്. അതിലേറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ പടച്ച തമ്പുരാനോട് സ്തുതി ചെയ്യുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട അന്നമോൾ. ഞാൻ കാണുന്നതും അത് തന്നെയാണ്. അന്നമോളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ ലോകത്തോട് എന്ന് എനിക്ക് വിളിച്ചു പറയാൻ കഴിഞ്ഞുവോ അന്ന് മുതൽ ഞാൻ നല്ലൊരു പിതാവാവുകയായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിൻ്റെ സൗന്ദര്യം ഞാൻ എൻ്റെ മകളിലൂടെയാണ് കണ്ടതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തുടങ്ങിയപ്പോൾ ഞാൻ നല്ലൊരു മനുഷ്യനും കൂടിയാവുകയായിരുന്നു. അവിടെ ഞാൻ എനിക്കൊരു ചെറിയ സൗന്ദര്യമുണ്ടെങ്കിൽ അതെൻ്റെ മകളിൽ നിന്ന് പകർന്നു കിട്ടിയ സൗന്ദര്യമാണെന്ന് എനിക്കെന്ന് ഞാൻ മനസ്സിലാക്കി തുടങ്ങിയോ അന്ന് മുതൽ ഞാൻ നല്ലൊരു സൗന്ദര്യമുള്ള മനുഷ്യനുമാവുകയായിരുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ മകളുടെ ചിറകിലേറിയാണ്, നേരത്തെ ഇവിടെ വാളിൽ കാണിച്ചതുപോലെ എൻ്റെ മകളിൻ്റെ ചിറകിലേറിക്കൊണ്ടാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്നമോൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അന്നമോൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്ന ഒരു മകളായിട്ട് അന്നമോൾക്ക് മാറാൻ കഴിഞ്ഞത്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിതത്തിൽ വിജയമുണ്ടാകുമെന്ന് പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു നിമിഷത്തെ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളിൽ പടച്ച സൃഷ്ടാവ് ഒരു കുട്ടികളെ സൃഷ്ടിക്കുമ്പോൾ അവർക്ക് ഒരു കഴിവുമില്ലാതെ ആരെയും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ മക്കളുടെ കഴിവുകൾ എന്താണോ ആ കഴിവുകൾ കണ്ടെത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് രക്ഷിതാക്കളായ നമ്മളിൽ ഉണ്ടായിരിക്കുക. ഒരിക്കലും ഒന്നിനും നമ്മുടെ മക്കളെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. മറ്റൊന്ന്, നമ്മുടെ മക്കളുടെ ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് നമ്മൾ മാതാപിതാക്കൾ മാറാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ വിജയം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ച ഒരു പിതാവായിട്ട്. ഇന്നിപ്പോൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അഭിമാനത്തോടെ കൈ ഉയർത്തി കാണിക്കുന്നത് ഞാനായിരുന്നു. കാരണം എനിക്ക് ഉറപ്പാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത പിതാവ് ഞാൻ തന്നെയാണ്. കാരണം ഒരു 10 വയസ്സുകാരിയായ ഒരു കുഞ്ഞിൻ്റെ പിതാവായിട്ടാണ് 10,500 പാട്ടുകളൊക്കെ പാടിയിട്ടും കിട്ടാത്ത സ്നേഹമൊക്കെ അന്നമോളുടെ ഉപ്പ എന്ന ലാബിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അതുപോലെ നിങ്ങൾക്കും ആവാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളിലൂടെ ലോകം അറിയപ്പെടുന്ന മാതാപിതാക്കളായിട്ട് മാറാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ സങ്കടങ്ങളുള്ള ആളുകളുടെ സങ്കടങ്ങൾ കേട്ടാൽ ഒന്നുമല്ലാതായി തീരുന്ന സങ്കടങ്ങളെ സൃഷ്ടാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ റിയാലിറ്റി ആ റിയാലിറ്റി അംഗീകരിച്ച് മുന്നേറാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും നമ്മുടെ മക്കളുടെ ജീവിതത്തിലൊക്കെ വിജയം ഉണ്ടാകുമെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു പാട്ടിലേക്ക് കിടക്കുകയാണ്. അന്നമോളെപ്പോഴും പറയാറുണ്ട് ഉദ്ഘാടനമാണെങ്കിൽ സുഖമാണ്, റിബനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മതി. പക്ഷേ സ്റ്റേജിൽ കയറി മണിക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക വരയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, വലിയ പാട്ടുകാരൊന്നുമല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തുടക്കകാലത്തൊക്കെ വളരെ സഹതാപത്തിൻ്റെ വലിയ കണ്ണുകൾക്കിടയിലൂടെ ജീവിക്കേണ്ടി വന്നപ്പോൾ അതൊക്കെ ഒന്ന് മാറണം. ഞാനില്ലാത്ത കാലം വന്നാലും സഹതാപം സംസാരിക്കുന്നില്ല. അപ്പോൾ സഹതാപമില്ലാതെ സഞ്ചരിക്കാനുള്ള വലിയൊരു ഊർജ്ജം വേണമായിരുന്നു. ആ ഊർജ്ജം പൊതുജന സമൂഹമാണ് നൽകേണ്ടതെന്ന് മനസ്സിലാക്കി ജനസമൂഹം ഏറ്റെടുത്തു.
ഞാൻ മാത്രം മാലാഖയായിട്ട് കണ്ട എൻ്റെ പ്രിയപ്പെട്ട അന്നമോളെല്ലാവരും മാലാഖയായി സ്വീകരിച്ചു. അവരുടെ പാട്ടുകളും അതോടൊപ്പം സ്വീകരിച്ചു. അങ്ങനെ ഒരു പാട്ടുകാരിയായി മാറിയതാണ്. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. അന്നമോൾ ആദ്യമായിട്ടൊരു പാട്ടിലേക്ക് പോകും. എൻ്റെ പ്രിയ സുഹൃത്ത് നിരവധി ആൽബങ്ങളിലൂടെ ശ്രദ്ധേയനായ കലാകാരൻ മനോമഹേശ്വരി ചേർന്നൊരു സിനിമാ ഗാനത്തിന് ശബ്ദം നൽകുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എല്ലാവരും ഏറ്റുപാടുക, ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യും. അന്നമോൾ പാടുമ്പോൾ കൂടെ പാടി കൊടുക്കണോട്ടാ, കൂടെ പാടി കൊടുക്കണോട്ടോ. എല്ലാവരും ക്ലാപ്പ് ചെയ്യണോട്ടാ. ഓക്കെ, നമ്മൾ അസംബ്ലി പാടുന്ന പോലെ. ഓക്കെ, എല്ലാവരും ഉഷാറായിട്ട് കൈയടിച്ചേ.
കയ്യടി പോരാ.
ഇനി മറ്റൊരിക്കൽ അവിടെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് നല്ല അവിടെ അപ്പോഴത്തേനും നല്ല പേടിയൊക്കെ മാറി നല്ല പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഞങ്ങളുടെ നാട്ടിലെ നേർച്ചയായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം എനിക്കും അവർക്ക് നന്നായിട്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം ഒരു പാട്ടും കൂടി പാടിയത് എൻ്റെ ഒപ്പം പാടിയ പാട്ട് നിങ്ങളത് ആവശ്യപ്പെട്ട ആരാവശ്യപ്പെട്ട